ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹെലീസ ബ്യൂട്ടി ക്ലിനിക് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പുതിയ ബ്യൂട്ടി പാർലറിലാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ എൻ്റെ മോളുടെ ഹെയർ കട്ടിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടി വിട്ടേക്ക്. എൻ്റെ മോൾക്കാണെങ്കിൽ നല്ല നീളത്തിൽ മുടി വളർത്തണമെന്നായിരുന്നു ആഗ്രഹം. ഉള്ള മുടിയും കൂടെ കട്ട് ചെയ്തപ്പോൾ അവൾ മൊത്തത്തിൽ തളർന്നു പോയി. അങ്ങനെ വിങ്ങി വിങ്ങി കരയുകയാണ് പാവം. പാർക്കിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇവിടെയാണെങ്കിൽ അവർ കാറൊക്കെ സെറ്റ് ചെയ്തിരുന്നതുകൊണ്ട് കാറിൽ കയറ്റി എഴുതിയപ്പോൾ അവൾ വിചാരിച്ചത് പാർക്കാണെന്ന്. പിന്നെ പതുക്കെ മുടി വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. എന്നെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് കരച്ചായിരുന്നു. ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി അവരും ഒത്തിരി കഷ്ടപ്പെട്ടു. കാരണം അവൾ കാണിച്ചേ കൊടുക്കുന്നില്ലായിരുന്നു. ഓരോ രീതി എന്തൊക്കെയൊക്കെയോ പറഞ്ഞാണ് ഓരോ മുടിയായിട്ട് ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയ ഉച്ചക്കട റോഡിനടുത്തുള്ള ഹെലീസ ബ്യൂട്ടി ക്ലിനിക്കിലാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ മോളെ ഹെയർ കട്ടിങ്ങിന് കൊണ്ടുവന്നത്. ഇവിടെ അപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ച ആകുന്നുള്ളൂ. അത്രയ്ക്കും ഗ്രാൻഡ് ആയിട്ടാണ് അപ്പോൾ ഇവർ ഓരോ സാധനങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഒറ്റ റൂം മാത്രമല്ല, ഇതിനകത്തോട്ട് പോകെ 2-3 റൂംസൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓരോന്നിലും പ്രത്യേകം ഡിസൈൻസിലും ഓരോ ബ്യൂട്ടി ടിപ്സിനും വേണ്ടി പ്രത്യേകമായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് 20 രൂപ മുതൽ 7000 രൂപയുടെ സർവീസ് വരെ അപ്പോൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുള്ള ഓരോ ഡെക്കറേഷൻസും കാണാൻ നല്ല ഭംഗിയുണ്ട്. കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മോൾക്ക് എന്തിന് കരയണം എന്ന് വരെ മറന്നുപോയി ഈ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടപ്പോൾ. പിന്നെ അവൾ കാറിൽ കളിയായി. പിന്നെ എങ്ങനെയൊക്കെയോ ഓരോ മുടിയായിട്ട് വെട്ടി അങ്ങനെ ഹെയർ കട്ടിങ് പതുക്കെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക. ഈ കാറിൻ്റെ സെറ്റപ്പൊക്കെ ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവസാനം ഹെയർ കട്ടൊക്കെ ചെയ്ത് അവൾക്കൊരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അവളെ ഹാപ്പി ആയിട്ടാണ് അവർ വിട്ടത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഞാൻ ചെറിയ ലൈക്കുകളായി പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.